ഹായ് എൻജോയ്സ് ആണ്. എല്ലാവർക്കും എന്നാണ് വിശേഷം? അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇന്നിപ്പോൾ ഒന്ന് തുള്ളി തോർന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ വൈകിട്ട് മൊത്തം എല്ലാം വൃത്തികേടായിട്ട് കിടക്കായിരുന്നു കേട്ടോ. നടന്നു പോകാൻ പറ്റാത്ത രീതിയിലായിട്ട് കാടും ചപ്പും ചവറും എല്ലാം കൊണ്ട് നമ്മുടെ ഈ ചെറുതണമൊക്കെ ഇല്ലേ അതൊക്കെ വളർന്ന് നിൽക്കായിരുന്നു. അപ്പം ഇന്നലെ നമ്മൾ ഒരാളെ നിർത്തി കാടെല്ലാം മെഷീൻ കൊണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പോൾ അതിന്റെ പുല്ലുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചതഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നലെ ആ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴേ മഴയായിരുന്നു. അപ്പോൾ പിന്നെ അത് മൊത്തം ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കാം. അപ്പോൾ ഇന്നൊന്ന് തുള്ളി തോർന്നപ്പോൾ ഞാൻ അതൊന്നെടുത്ത് ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ പകുതിയായി കഴിഞ്ഞാൽ ക്ലീനിങ് പകുതിയായി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പം പിന്നെ പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടുക്കള മുറ്റാണ്. കുറച്ച് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് വന്ന ഇത് അടുക്കള മുറ്റാണ്. ഇവിടെ ഇങ്ങനെയാണ് കിണറും കാര്യങ്ങളൊക്കെ വരുന്നത്. കിണർ അത് ബാത്റൂമിന്റെ സൈഡ് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ തൂത്ത് ഒരു സൈഡിലേക്ക് കൂട്ടി വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തൂത്ത് നല്ല ടാസ്ക്കാണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അട്ടയാണ്, മുഴുവൻ അട്ടയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇനി കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഈ ഭിത്തിയിൽ നിന്ന കാടും എല്ലാം മെഷീൻ അടിച്ച് കളഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് സൈഡിലേക്ക് ഞാനിങ്ങനെ തൂത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇനി ബാക്കി തൂത്ത് കൂട്ടണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ വീഡിയോ എടുക്കാവേ. അപ്പം ഞാൻ കൊട്ടയും വട്ടിയും ചൂലും ഒക്കെ എടുത്തുകൊണ്ട് തൂക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന പോലാണ് ഇറങ്ങിയിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരുപാട് ചപ്പുണ്ടായിരുന്നു കേട്ടോ. ചെറുതണവും ആകെ ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടയാണ്. ഒരു രക്ഷയില്ല, എവിടെ ചവിട്ടിയാലും അട്ടയാണ്. ഈ തോട്ടം മേഖല ആയതുകൊണ്ട് റബ്ബർ തോട്ടം ഉള്ളത് കൊണ്ടും അട്ടയാണ്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് പോയി ഇവിടെ ഒരു കയ്യാലപ്പൊത്തിൽ പോയി കൈയിട്ട് കേട്ടോ. അവിടെയാണെങ്കിൽ എൻ്റെ പൊന്നോ ഒരു തേളം കണ്ടോ. നിങ്ങളൊരു സാധനം കാണിക്കാം കേട്ടോ. ഇപ്പോൾ കുത്തിയേനെ കൈ കൊണ്ട് ചെന്ന് വാരി ഇപ്പോൾ കുത്ത് കിട്ടിയേനെ. ഇതെന്താ ഇരിക്കണേ ചേട്ടാ, ഇരിക്കണേ എന്താ തേള്. ഞാനാണെങ്കിലേ കൈ കൊണ്ട് വാരി എടുക്കായിരുന്നു കേട്ടോ. അപ്പൊ തേള് ചെന്ന് പിടിച്ച് കുത്ത് കിട്ടിയില്ല. എന്തായാലും അതിനൊന്ന് കൊല്ലട്ടെ, കൊലപാതകം ചെയ്യും. അങ്ങനെ ആ തേളിനെ കൊന്നു കേട്ടോ. കാണിക്കാവേ. കണ്ടോ, ഞാൻ കൊന്നു. അങ്ങോട്ടേക്ക് തൂത്തി കുറച്ച് ഇവിടെല്ലാം ഞാൻ വൃത്തിയാക്കിയേ. കുറച്ച് ഇനി ഇതൊന്ന് വാരിക്കളയട്ടെ. ഞാൻ കൈ കൊണ്ട് വാരുന്നോണ്ടേ ആദ്യം ഒന്ന് നീക്കിയിട്ടിട്ട്. അങ്ങനെ ഞാൻ തേളിനെയും കൊന്നിട്ട് വീണ്ടും എൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. കുറേ തൂത്തുവാരി. അവിടെയൊക്കെ കുറേ കൽക്കൂനിയുണ്ട്. നേരത്തെ താമസിച്ചവരെ എങ്ങനത്തെ ആൾക്കാരായിരുന്നു അറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നെല്ലാം കൂട്ടിയും പെറുക്കി ഇട്ടിട്ടുണ്ട്. അതെല്ലാം വാരിയും തൂത്തും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വെയിൽ കിട്ടണമല്ലോ. ഉള്ള വെയിൽ കിട്ടിയാലും അതുകൊണ്ട് കാര്യമില്ല. കാരണം എല്ലാ വശവും ഇങ്ങനെ ഒരുമാതിരി ചള്ളയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കൊതുകും എല്ലാം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും വാടക കുറവായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഏകദേശം 5000-ന് താഴെയാണ് വാടക വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇണങ്ങിയ ഒരു വീടാണ്. ചെറിയ വീടാണ്. ഒരുപാട് മുറികളൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം 5 മുറിയോളം ഉണ്ട്. പക്ഷേ പഴയ വീടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് വശം, അതായത് അടുക്കള വശമാണിത്. അപ്പം ഇവിടെ അരകല്ലും കാര്യങ്ങളൊക്കെയാണ്. അവിടെ അത് വെച്ച് മറച്ചിരിക്കുകയാണ്. പക്ഷേ വീടും എല്ലാം പോയതാണ്. ഞാനതിൻ്റെ എല്ലാം കല്ലും കട്ടയും എല്ലാം പെറുക്കി കളഞ്ഞിട്ട് എല്ലാ വശവും ഞാൻ തൂത്ത് വൃത്തിയാക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് വാരിക്കൊണ്ട് താഴെ ഒരു കയ്യാലയുടെ താഴെയാണ് ഇതുകൊണ്ട് കളയുന്നത്. വേസ്റ്റ് കളയാനും അതുപോലെ എല്ലാത്തിനും കത്തിക്കാനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. പ്ലാസ്റ്റിക് അങ്ങനെ കത്തിക്കത്തില്ല. ബാക്കി സാധനങ്ങളൊക്കെ കത്തിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലവും എല്ലാം ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 40 സെൻറ്റിനകത്തൊരു വീടാണ്. അപ്പോൾ ഇതെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇച്ചിരി കാപ്പി ഇട്ട് കുടിക്കണം. നല്ല തലവേദനയാണ് മക്കളെ, ഭയങ്കര തലവേദനയാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ, എൻ്റെ കൊളാബൊക്കെ കാണുന്നുണ്ടല്ലോ. നമ്മൾ 27K കഴിഞ്ഞ് 28ലേക്ക് പൊയ്ക്കൊണ്ടിരിക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഈ ചെറിയ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നും എൻ്റെ കൂടെപ്പിറപ്പോട് ഞാൻ കടപ്പെട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ തൂത്തുവാരി എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ ഓർഡറിൽ കൊണ്ട് കളയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ വീഡിയോ വരുമ്പോൾ ഒരു ചെറിയ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കും. എന്നിരുന്നാലും സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്നങ്ങ് തീരത്തില്ല മക്കളെ. അതായത് 1.5 മണിക്കൂറത്തെ പണിയാണ് ബാക്ക് സൈഡ് മാത്രം. പക്ഷേ അതിനിടയ്ക്ക് വീഴാൻ പോകുന്നുണ്ട്. ഇതിനെ കുട്ടാപ്പിയെ കിടന്ന് വിളിക്കുന്നുണ്ട്. കുട്ടാപ്പിയുടെ സൗണ്ട് കേട്ടില്ല, അപ്പോൾ കുട്ടാപ്പിയെ കിടന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ജെസിക്ക കിടന്ന് വിളി കേൾക്കുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നിലത്ത് ഞാൻ അങ്ങ് കുത്തിയിരുന്നിട്ട് ഈ വേസ്റ്റെല്ലാം അത്രയും വാരി കൊണ്ട് കയ്യാലയുടെ ബാക്ക് സൈഡിൽ കൊണ്ട് കളഞ്ഞു. വീഡിയോ വലിയ ലെങ്തി വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വൃത്തിയാക്കാനുള്ളത് കൊണ്ട് ലെങ്തി വീഡിയോ ആണ്. പക്ഷേ ഞാൻ 2 ആയിട്ട് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. എൻ്റെ ചെറിയ ഒരു 5 മിനിറ്റിനകത്തുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും 5 മിനിറ്റിനകത്തുള്ള വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിടയ്ക്ക് വേസ്റ്റ് കൊണ്ട് കളയുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ ഒന്ന് വൃത്തി, കാരണം ആരെങ്കിലും വന്നിരുന്നാൽ പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അതേപോലെ കാടായിരുന്നു. അതൊക്കെ ഒന്ന് മെഷീൻ കൊണ്ട് എത്ര നേരം നിന്നാലാണെന്നറിയാം. നമ്മൾ നിന്നാൽ ഒന്നും പറിച്ച് കളയാൻ പാടാണ്. അപ്പം മെഷീൻ കൊണ്ടായതുകൊണ്ട് പെട്ടെന്ന് അതെല്ലാം ചെയ്ത് ക്ലീൻ ചെയ്തു. പക്ഷെ മഴയായതുകൊണ്ട് മണ്ണിനകത്ത് ഈ പൊടിയെല്ലാം കൂടെ ഈ പുല്ലിൻ്റെയൊക്കെ ഇരിപ്പുണ്ട്. അതിനെ ഒന്ന് വെയിൽ വന്നു കഴിഞ്ഞിട്ട് വേണം അടിച്ച് തൂത്തുവാരി ഒന്നുകൂടെ ഒന്ന് കത്തിക്കാനായിട്ട്. എന്തായാലും നമ്മുടെ മിറ്റവും പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടന്നാലല്ലേ അങ്ങനെ കാര്യമുള്ളൂ. ഒരു വൻ യുദ്ധം കഴിഞ്ഞിട്ട് ഇവിടെ ഇത്രയും ഭാഗം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് ഇങ്ങോട്ടേക്കാണ്. ഇങ്ങോട്ടേക്ക് കുറേ വൃത്തിയാക്കാനും തൂക്കാനും വരാനും ഉണ്ട്. പക്ഷെ അതിപ്പോൾ തന്നെ ഞാൻ എടുക്കും, വൃത്തിയാക്കും. എന്നിട്ടത് വീഡിയോ ആക്കിയിട്ട് നാളെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നാളത്തെ ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ. കാടും ചപ്പും നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടന്നിട്ട് അത് ഭയങ്കര പ്രശ്നം. ഇത് ഇവിടുത്തെ ഒരു ബൈക്കാണ് കേട്ടോ. ഇത് എൻ്റെ വണ്ടി. എൻ്റെ ജെസ്സി എവിടെ? ജെസ്സിപ്പെണ്ണ അവിടെ കയറിക്കാണ് കേട്ടോ. കുറച്ചധികം വൃത്തിയാക്കാനുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തുണി കഴുകിയിട്ടിരിക്കുന്നു. എല്ലാം ഒന്ന് ചെറിയ വെയിൽ വന്നപ്പോഴത്തെല്ലാം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.